ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ധർമ്മന്റെ കടയുടെ പണികളൊക്കെ തകൃതിയായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ബാലനെ തറ പറ്റിക്കണം, അത് മാത്രമേ അച്യുതന്റെ മനസ്സിലുള്ളൂ കേട്ടോ. എന്നാൽ അനന്തൻ ധർമ്മനൊരു ജീവിതമാർഗം ആ ഒരു രീതിയിൽ തന്നെയാണ് ആ കടയിട്ട് കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. ഇതേസമയം ധർമ്മന് നല്ലൊരു വിഷമമൊക്കെ ഉണ്ട്. കാരണം ബാലന്റെ കടയുടെ മുന്നിൽ തന്നെയാണ് ധർമ്മന്റെ കടയും ഉയർന്നു വരുന്നത്. അപ്പൊ ദേവിയുടെയും ആനന്ദിന്റെയും പ്രശ്നങ്ങൾക്കിടയിൽ തങ്ങൾക്കടുത്ത് വരുന്ന ഈ കടയെപ്പറ്റി ഒന്നും നമ്മുടെ ബാലൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. എന്നാൽ ആ കടയിൽ വരുന്ന ഒരാളറിഞ്ഞ് അത് കൃഷ്ണമംഗലംകാർ പറയുന്ന കടയാണ് എന്ന് ബാലന് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അപ്പം രാമേട്ടനും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എടാ ബാല, നീ അറിഞ്ഞിരുന്നോ, നമ്മുടെ ധർമ്മന് വേണ്ടിയാ കൃഷ്ണമംഗലത്തുള്ള അച്യുതൻ ആ കട പണിതുയർത്തുന്നത്, അനന്തനും കൂടെ ഉണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ആദ്യം വിശ്വസിക്കാൻ കഴിയാതെ ബാലൻ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നാണ് ബാലന്റെ മനസ്സിലേക്ക് അന്നൊരിക്കൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അച്യുതൻ കടയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയിൽ വരുന്നത്. രാമേട്ടൻ അപ്പം വിഷമത്തോട് പറയും, നമ്മുടെ ധർമ്മൻ അവൻ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയി അല്ലേടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ബാലന്റെ തല കുരിഞ്ഞിരിക്കാം. എല്ലാത്തിനും കാരണം ആ ഉദയഭാനു അല്ലേ. ഞാൻ എല്ലാവരെയും അന്ധമായി വിശ്വസിച്ചു. എൻ്റെ ധർമ്മന്റെ അടുത്ത് ഞാൻ സ്വാതന്ത്ര്യത്തോടു കൂടിയ തന്നെയാ നിന്ന് അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അല്ലാതെ ഒരിക്കലും അവനെ കള്ളനാക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരുപാട് വേദനയോട് കൂടിയാ അവൻ ഇറങ്ങിപ്പോയത്. എത്ര തവണ ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. അവൻ ഇനി ഒരിക്കലും മടങ്ങി ദേവമംഗലത്തേക്ക് വരില്ല എന്നാ പറഞ്ഞത് എന്നൊക്കെ പറയാം. അപ്പം രാമേട്ടൻ പറയും, അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അത്രയേറെ മനസ്സ് വേദനിച്ചത് കൊണ്ടായിരിക്കില്ലേ നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് അവൻ കൃഷ്ണമംഗലത്തേക്ക് പോയിട്ടുണ്ടാകുക എന്ന് ചോദിക്കുകയാണ്. പക്ഷെ കട തുടങ്ങുന്ന കാര്യം അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ മനസ്സിൽ നമ്മളൊക്കെ ഇത്രയേറെ വെറുക്കപ്പെട്ടവരായി മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലനും ഒരുപാട് സങ്കടം തോന്നുവാണ്. താൻ വളർത്തിയവനാണ് ധർമ്മൻ. പക്ഷെ അവൻ കട തുടങ്ങുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നും തൻ്റെ നിഴലിൽ ഒതുങ്ങിക്കൂടാതെ സ്വന്തമായിട്ട് അവന് ഒരു ജീവിതം ഉണ്ടാകുന്നതിൽ താനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ബാലൻ മനസ്സിൽ കരുതാണ് കേട്ടോ. എങ്കിലും തന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം നമ്മുടെ ബാലന്റെ മനസ്സിലുണ്ട്. അപ്പൊ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ കൃഷ്ണമംഗലത്തുകാർ ധർമ്മന് വേണ്ടി പണിയുന്ന കട നല്ല ഒന്നാം തരം വലിയൊരു സൂപ്പർ മാർക്കറ്റാ. നമ്മളുടെ കടയിലേക്ക് അതൊരു ക്ഷീണമായി മാറുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലൻ ഒന്ന് ചിരിക്കും. ആ കട ആരുടെയാ? നമ്മുടെ ധർമ്മന്റെ അല്ലേ. അവൻ നല്ല രീതിയിൽ തന്നെ വരട്ടെ രാമേട്ട. പിന്നെ നമ്മുടെ കടയുടെ കാര്യം, ഈ ബാലൻ ഇന്നേ വരെ ആരോടും ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. മറ്റുള്ളവര് ബാലനെ പറ്റിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യനെ വിശ്വസിച്ച ബാലൻ ഈ കട മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. ആർക്കും ദോഷം വരുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ബാലനെയും ഈ ഗോമതി സ്റ്റോറിനെയും വിശ്വാസമുള്ളവര് ഇനിയും ഇവിടെ വരും എന്ന് പറയാം. അത് കേൾക്കുമ്പം രാമേട്ടൻ ചിരിക്കാണ്. ശരിയാ, നിന്നെപ്പോലെ ഇതുപോലെ സ്വാർത്ഥലാഭമില്ലാതെ കച്ചവടം ചെയ്യുന്ന ആരും ഈ ലോകത്ത് പോലും ഉണ്ടാകില്ലടാ എന്ന് രാമേട്ടൻ പറയാൻ കേട്ടോ. അതേസമയം നമ്മുടെ ബാലൻ വൈകുന്നേരം ദേവമംഗലത്ത് ചെല്ലുമ്പം മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്ന കാണുന്ന ഗോമതി അടുത്ത് ചെന്ന് ചോദിക്കും, എന്തു പറ്റി ബാലേട്ട? ബാലേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? ആ ഉദയഭാനു വീണ്ടും കടയിൽ വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുക. ഏയ്, ഒരു പ്രശ്നവും ഇല്ല. എനിക്കറിയാം, ആനന്ദിന്റെ ജീവിതം ഓർത്തിട്ടല്ലേ ബാലേട്ടന് ഇത്രയേറെ വിഷമം എന്ന് അപ്പം ഗോമതി ചോദിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തെ പറ്റി ഓർക്കുമ്പം എനിക്ക് കുറ്റബോധമാ ഗോമതി. നമ്മുടെ മകന്റെ ജീവിതം ഒന്നും അല്ലാതായി പോവല്ലേ എന്നൊക്കെ പറയാണ്. പക്ഷെ ഇപ്പൊ അതല്ല എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ധർമ്മൻ സ്വന്തമായിട്ടൊരു കട തുടങ്ങാൻ പോവാ. നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ ഗോമതി ധർമ്മന് കടയോ എന്നുള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കുക. അതെ, അനന്തനും അച്യുതനും കൂടി മുൻകൈ എടുത്തിട്ടാണ് കടയിട്ട് കൊടുക്കുന്നത്. നിന്റെ ഏട്ടന്മാരാ എല്ലാത്തിനും മുൻപന്തിൽ. അച്യുതൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പണി തരാൻ വേണ്ടി മാത്രമായിരിക്കും. എന്നാലും വേണ്ടില്ല, ധർമ്മൻ ഒരു ജീവിതമാർഗമായില്ലേ. അവൻ എവിടെയാണെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അല്ലെങ്കിൽ നിന്റെ ഏട്ടന്മാരുടെ കീഴിലായി പോകില്ലേ അവന്റെ ജീവിതം എന്ന് ചോദിക്കാം. അപ്പൊ ഗോമതിക്ക് സങ്കടം വരും. നമ്മുടെ ധർമ്മൻ അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചതാ അല്ലേ ബാലേട്ട. ആ ദേവിയും അതുപോലെ ഉദയഭാനും ഒക്കെ കാരണമല്ലേ ധർമ്മനെ നമുക്ക് ഇവിടെ നിന്ന് അകറ്റേണ്ടി വന്നത്. അവന്റെ മനസ്സ് എത്രമാത്രം ഉറപ്പിട്ടിട്ടുണ്ടാവും. പക്ഷെ കട തുടങ്ങുന്ന കാര്യം നമ്മളോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. അത്രയേറെ അവന്റെ മനസ്സ് നമ്മളൊക്കെ വെറുക്കപ്പെട്ടവരായി മാറിയോ എന്നൊക്കെ ഗോമതിയും സങ്കടത്തോടു കൂടി പറയാം. ഏയ്, താൻ അങ്ങനെയൊന്നും കരുതണ്ട. അവൻ രക്ഷപ്പെടട്ടോ. അവനൊരു കട തുടങ്ങുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ അവൻ കട എവിടെയാ ബാലേട്ട തുടങ്ങുന്നേ എന്നപ്പോ ഗോമതി ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട്. ഗോമതി സ്റ്റോറിന്റെ അടുത്ത് തന്നെയാ, വലിയ സൂപ്പർ മാർക്കറ്റാ പടുതുയർത്തുന്നേ എന്ന് പറയാം. ഗോമതി സ്റ്റോറിന്റെ അടുത്തോ എന്ന് ചോദിക്കാം. ധർമ്മന്റെ മനസ്സിൽ നമ്മളൊക്കെ ഇത്രയധികം വെറുക്കപ്പെട്ടവരായോ ബാലേട്ട? പുതിയൊരു കട അവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കച്ചവടത്തെയും അത് ബാധിക്കത്തില്ലേ എന്ന് ഗോമതി അപ്പോൾ ടെൻഷനോട് കൂടി ചോദിക്കുക. താൻ എന്തിനാടോ അങ്ങനെ കരുതുന്നേ? ബാലൻ
ഇന്നും ഇന്നലെയല്ല കച്ചവടം തുടങ്ങിയത്. എന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർ ഇനിയും അവിടെ വരും. ഇനി അതല്ല കച്ചവടം കുറയുന്നെങ്കിൽ അങ്ങ് കുറയട്ടടോ എന്ന് ബാലൻ അങ്ങ് പറയാൻ കേട്ടോ. ബാലൻ എന്തായാലും സന്തോഷം തന്നെയാണ്. ഇതേ സമയം നമ്മുടെ ഗോമതിയുടെ മനസ്സിൽ ഭയങ്കരയേറെ സങ്കടമാണ്. ഒന്ന്, നമ്മുടെ ധർമ്മനാണെങ്കിൽ ഒരുപാട് അകന്നുപോയി തങ്ങളിൽ നിന്നുള്ളത് ഗോമതിക്ക് സഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു കാര്യം തങ്ങളോട് പറഞ്ഞിട്ട് പോലുമില്ല. അതൊക്കെ ഗോമതിക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗോമതിയാണെങ്കിൽ ഇതിനെപ്പറ്റി ധർമ്മനെ കാണുമ്പോൾ സംസാരിക്കണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ബാലൻ്റെ മനസ്സിൽ മറ്റു പലതുമാണ് കടന്നു പോകുന്നത്. ധർമ്മന് വേണ്ടി താൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ധർമ്മനും അതുപോലെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി താൻ ഓരോന്നൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ധർമ്മന് വേണ്ടി താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം അത് ധർമ്മന് നൽകണം. ഇപ്പം അത് ആവശ്യമുള്ള ഘട്ടമല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ബാലൻ നമ്മുടെ ധർമ്മനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗോമതിയാണെങ്കിൽ പിറ്റേ ദിവസം ധർമ്മൻ കൃഷ്ണമംഗലത്ത് മുറ്റത്തിന് പുറത്ത് നിൽക്കുന്ന കാണുമ്പം അവന്റെ അടുത്തേക്ക് വേലിയുടെ സൈഡിലേക്ക് ചെല്ലുന്നുണ്ട്. ധർമ്മ, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയാം. അപ്പൊ ഗോമതിയെ കാണുമ്പം ധർമ്മനാണെങ്കിൽ മുഖം തിരിച്ച് നടക്കാനായിട്ട് പോവാ. അത് കാണുന്ന ഗോമതിക്ക് ഒന്നുകൂടി സങ്കടമാകും. നിന്നോട് തെറ്റ് ചെയ്തു പോയി ഈ ചേച്ചി എന്നും കരുതി എൻ്റെ മുഖത്ത് പോലും നീ നോക്കിയല്ലേടാ, എന്നെ അത്രയധികം നീ വെറുത്തു പോയോ? അതുകൊണ്ടാണോ നീ കട തുടങ്ങുന്ന കാര്യം പോലും ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കാം. നിന്റെ വിജയത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അസൂയ ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതിയുടെ വിഷമത്തോടു കൂടിയുള്ള ആ സംസാരം കേൾക്കുന്ന ധർമ്മൻ തിരിഞ്ഞു നിന്നിട്ട് പറയും, ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല ചേച്ചി. ധർമ്മൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ എന്നെ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് ധർമ്മൻ വളരെ സങ്കടത്തോടു കൂടി പറയാം. പിന്നെ കട തുടങ്ങുന്നത് ഞാനല്ലല്ലോ, എനിക്ക് വേണ്ടി കട തുടങ്ങി തരുന്നത് അനന്തേട്ടനും അച്ചുവേട്ടനും കൂടിയാ. എനിക്കൊരു ജീവിതമാർഗം വേണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അവർ പറഞ്ഞതിലും കാര്യമല്ലേ, എത്ര കാലം മറ്റുള്ളവരുടെ കീഴിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും? ഇവിടെയും എന്തെങ്കിലും പ്രശ്നം വന്ന് ഇറങ്ങേണ്ടി വന്നാൽ എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ ചേച്ചി എന്ന് ചോദിക്കാം. അപ്പം അത് കേൾക്കുന്ന ഗോമതിക്ക് കുറ്റബോധം തോന്നുവാണ്. നിനക്ക് ഞങ്ങളോടൊക്കെയുള്ള വെറുപ്പ് മാറിയില്ലേടാ എന്ന് ഗോമതി വിഷമത്തോടു കൂടി പറയാം. എനിക്ക് ആരോടും വിഷമമില്ല, എനിക്ക് ദേഷ്യവും ഇല്ല, വെറുപ്പും ഇല്ല. പിന്നെ എൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്, എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ അതും എൻ്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. ധർമ്മൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം ഗോമതിക്ക് ഒരുപാട് സങ്കടം വരിക. തൻ്റെ അനിയൻ ഒരുപാട് തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ള ചിന്ത വിഷമത്തോടു കൂടിയാണ് കേട്ടോ ദേവമംഗലത്തേക്ക് ഗോമതി മടങ്ങി പോകുന്നത്. ഇതേ സമയം ധർമ്മനെ എങ്ങനെയെങ്കിലും പുറത്ത് വെച്ച് കാണാനൊരു അവസരത്തിന് വേണ്ടി ബാലനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ബാലനാണെങ്കിൽ ധർമ്മൻ്റെ പേരിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിൽ ഒരു നിശ്ചിത തുക അവന് കൊടുക്കുന്ന സാലറിക്ക് പുറമെ ധർമ്മൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് അതിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പണം ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അത് ധർമ്മൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് ബാലൻ കരുതുന്നത്. അങ്ങനെ ഒരു ദിവസം ധർമ്മനെ കാത്ത് ബാലൻ നിൽക്കുന്നതും ധർമ്മനും ബാലനും കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബാലൻ്റെ അടുത്തേക്ക് ധർമ്മൻ ചെല്ലുന്നുണ്ട്. എന്നെ കാത്ത് നിന്നതാണോ അളിയൻ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നീ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാണല്ലേ? എന്തായാലും നന്നായി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു കാര്യം ഞങ്ങൾ മറ്റുള്ളവരറിഞ്ഞ് അറിയുന്നത്. സാരമില്ല, നീ എവിടെയാണെങ്കിലും നന്നായി കാണണേന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നൊരു വാക്ക് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അറിയാം. നിന്റെ അടുത്ത് എനിക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ പുറത്താ നിന്നോട് ഞാനത് ചോദിച്ചത്. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു ഇല്ലേട ധർമ്മ എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആനന്ദും ദേവിയും അവർ ചെറുപ്പമാ. ദേവി പൂർണ്ണമായും തെറ്റ് ചെയ്തെന്ന് ഞാൻ കരുതുന്നില്ല. ആ കുട്ടി അതിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് പലതും ചെയ്തിട്ടുണ്ടാകാം എന്ന് കരുതി അത് നമ്മളോടൊക്കെ കാണിച്ച സ്നേഹം കള്ളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആനന്ദിൻ്റെ ജീവിതമാണ്, അവർ ചെറുപ്പമാണ്, അവരെ തമ്മിൽ പറ്റുമെങ്കിലും ഒന്നിപ്പിക്കണം എന്ന് ബാലനോട് ധർമ്മം പറയാണ്. അപ്പോൾ ബാലൻ അതിന് മറുപടി പറയുന്നില്ല. ദേവിയോട് എനിക്ക് ദേഷ്യമുണ്ട്, അത് സത്യങ്ങളൊക്കെ അവൾ മറച്ചു വെച്ചു എന്നുള്ള കാര്യത്തിലാണ്. ഇത് ആനന്ദിൻ്റെ ജീവിതമാണ്, അവൻ്റെ ജീവിതം ഈ രീതിയിലായി പോകാൻ കാരണക്കാരൻ ഞാനാണെന്നുള്ള കുറ്റബോധത്തിലാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. ബാലനെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചു എന്ന് വിഷമത്തോടു കൂടി പറയാം. അപ്പോൾ ബാലൻ്റെ ആ നിസ്സംഗ ഭാവം കാണുന്ന ധർമ്മന് സങ്കടം വരിക. അങ്ങനെയൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. ദേവിയോട് ക്ഷമിച്ച് മുന്നോട്ടൊരു ജീവിതം കൊണ്ടുപോകാൻ ആനന്ദിനോട് അളിയൻ പറയണം. അളിയൻ പറഞ്ഞാൽ അവൻ കേൾക്കും എന്ന് വീണ്ടും ധർമ്മം പറയണം.
അവൻ്റെ ജീവിതത്തിൽ ഇനി അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഇരിക്കും. ഒരിക്കലും ഇനി ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല എന്ന് ബാലനപ്പ പറയാം. അത് വിട്, ഞാൻ നിന്നെ ഇവിടെ കാത്തു നിന്നത് എനിക്ക് നിന്റെ കയ്യിലൊരു കാര്യം ഏൽപ്പിക്കാനുണ്ട് എന്നും പറഞ്ഞ് ഒരു വലിയ തുകയുടെ ചെക്ക് നമ്മുടെ ധർമ്മൻ്റെ കയ്യിലേക്ക് ബാലൻ കൊടുക്കുക. അത് കാണുന്ന ധർമ്മം ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താ ഇത് എന്ന് ചോദിക്കുക. ഇതോ, നീ ചോദിച്ചില്ലേ ഇത്രയും കാലം ഒരടിമയെ പോലെ നീ ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. ഒരിക്കലും ഇല്ലടാ, നിനക്ക് മാസം മാസം ഞാൻ സാലറി തരുന്നതൊക്കെ നിന്റെ അധ്വാനത്തിനേക്കാളും കുറവാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും ഒരിക്കലും ഈ ബാലൻ എടുത്തിട്ടില്ല. ബാലനോ ബാലൻ്റെ കുടുംബത്തിനോ വേണ്ടി അതിൽ നിന്നൊരു ചില്ലി കാശ് ചെലവാക്കിയിട്ടുമില്ല. നിന്നെ ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാ. എൻ്റെ മൂത്ത മകൻ നീ തന്നെയാടാ എന്ന് പറഞ്ഞിട്ട് ഈ ചെക്ക് കാണിച്ചിട്ട് പറയും, ഇത് നിനക്കുള്ളതാ. നീ അധ്വാനിച്ച ആ തുകകൾ നിന്റെ പേരിൽ ഞാനൊരു അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ക്യാഷ് ഇന്ന് പിൻവലിച്ചതാ. ഇതാ, നീ ഇത് എടുത്തോളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം ഞെട്ടിത്തരിച്ച് നിൽക്കുക. അളിയൻ എന്തിനാ ഇത് എൻ്റെ കയ്യിൽ തരുന്നത്? എടാ, ഇത് നിനക്ക് അവകാശപ്പെട്ട പണമാ, നീ അധ്വാനിച്ച കാശ്, നിന്റെ പങ്ക് എന്നും പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുക. ഇത് നിനക്ക് മാത്രം അർഹതപ്പെട്ടതാ. എന്നെങ്കിലും നിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടം വരുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നതൊക്കെ തിരികെ നൽകണമെന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നിനക്ക് ഇപ്പോഴല്ലേ ആവശ്യം? നീ സ്വന്തമായിട്ട് ഒരു കടയൊക്കെ തുടങ്ങുമല്ലേ? ആ കടയിൽ നിൻ്റെതായ എന്തെങ്കിലുമൊക്കെ കാശ് ഇട്ടണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാകില്ലേടാ? ഇത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളൂ, നിന്റെ പണമാ, ഇത് നീ എന്നെ തിരികെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ്റെ കയ്യിൽ അത് കൊടുത്തിട്ട് ബാലൻ അങ്ങ് പോവാം. ധർമ്മനാണെങ്കിൽ ആകെ തകർന്ന പോലെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ അളിയനെ മനസ്സിലാക്കുന്നതിൽ താൻ ഒരുപാട് തെറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള ചിന്ത വരിക. അല്ലെങ്കിലും ധർമ്മൻ അറിയായിരുന്നു ബാലൻ ഒരിക്കലും തന്നെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല എന്ന്. പക്ഷേ അളിയനെ പലപ്പോഴും വാക്കുകൾ കൊണ്ട് താൻ വേദനിപ്പിച്ചു. അളിയൻ തന്നോടെടുത്തൊരു സ്വാതന്ത്ര്യത്തെ താൻ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി എന്നൊക്കെയുള്ള ചിന്ത ധർമ്മൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അളിയൻ തനിക്ക് വേണ്ടി കരുതിയിരുന്നു. സുകന്യെ പറഞ്ഞതുപോലെയൊന്നുമല്ല, അളിയൻ എന്നെ ഒരിക്കലും ഒരു ജോലിക്കാരനായിട്ട് കണ്ടിട്ടില്ല എന്നെല്ലാവരുടെ മുന്നിൽ എൻ്റെ അളിയൻ തന്നെ ജയിച്ചു എന്നൊക്കെയുള്ള ചിന്ത ധർമ്മൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ആ ചെക്കുമായിട്ട് കണ്ണുനീരോട് കൂടിയാണ് ധർമ്മം നോക്കി നിൽക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് പോവാം. അപ്പോൾ ധർമ്മം മൂഡ് ഔട്ടായിട്ട് നിൽക്കുന്ന കാണുന്ന സുകന്യ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് സുകന്യയുടെ മുന്നിലേക്ക് ആ ചെക്ക് എടുത്തു കൊടുക്കുക. ഇതെന്താ ഇത്രയും വലിയ തുകയോ? ഇത് ആര് തന്നതാ എന്ന് ചോദിക്കുക. ഇതോ, അളിയൻ എന്നെ കാണാൻ വന്നിരുന്നു. നീ എപ്പോഴും പറയാറില്ലായിരുന്നോ അളിയനും ചേച്ചിയും എന്നെ ഒരു അടിമയെ പോലെ കണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം കൊണ്ട് അവർ സുഭിക്ഷമായി ജീവിച്ചെന്ന്? ഒരിക്കലുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് മുഴുവനും അളിയൻ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പണം എനിക്കെടുത്ത് തന്നതാ എന്നും പറഞ്ഞ് സുകന്യെ കാണിക്കുക. അപ്പം സുകന്യ ഇങ്ങനൊരു ടെസ്റ്റ് വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പം സുകന്യ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. ദേ ധർമ്മേട്ടാ, ഇതിൻ്റെ പേരിൽ കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. ധർമ്മേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇപ്പം തിരികെ തന്നു. ബാലേട്ടനും തുടർച്ചയായി കുറേ തിരിച്ചടികളൊക്കെ വന്നപ്പം ബോധോദയം ഉണ്ടായി. അപ്പോൾ എവിടുന്നോ കുറച്ച് പണം ഉണ്ടാക്കി കള്ളം പറഞ്ഞ് ധർമ്മേട്ടനെ ഏൽപ്പിച്ചതാ. അല്ലാതെ ബാലേട്ടൻ പറഞ്ഞ് ഈ കള്ളത്തരമൊക്കെ ധർമ്മേട്ടൻ വിശ്വസിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ധർമ്മൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. സുകന്യോട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും കടയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ ധർമ്മൻ്റെയും തീരുമാനമേ. ഇനി ഒരിക്കലും ദേവമംഗലത്തേക്ക് ഒരു മടങ്ങിപ്പോക്ക് തനിക്ക് പറ്റില്ല എന്ന് സുകന്യ തീർത്ത് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും